നന്ദുവിനെ അറിയാം, നന്ദുവിന്റെ കുടുംബത്തെ അറിയാം. തിരിച്ചും അങ്ങനെ തന്നെ. അതുകൊണ്ട് നോ പറയരുത്. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാ നമ്മൾ ഒന്നിച്ച് നടക്കുമ്പോഴും ഞാൻ പലപ്പോഴും മനസ്സിലാവുന്ന രീതിയിൽ ഓരോന്നും പറയുമ്പോഴും നന്ദു സംശയിച്ചില്ല. എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമെന്നും കരുതിയില്ല. അതുകൊണ്ടാണ് നന്ദു ഷോക്കായതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഇക്കാര്യം ഒരാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അനിയോട്. പക്ഷേ എന്തുകൊണ്ട് അവൻ ഈ കാര്യം നന്ദുവിനോട് പറഞ്ഞില്ല? ഞാൻ അതിന് പ്രഷർ ചെയ്യുമ്പോഴെല്ലാം അവൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ഇനിയിപ്പോ ഇതിനൊരു ഇടനിലക്കാരന്റെ ആവശ്യമില്ലെന്ന് തോന്നി. അതുകൊണ്ടാ മനസ്സിൽ തോന്നി ഇഷ്ടം നേരിട്ട് പറഞ്ഞത്. നന്ദുവിന്റെ വീട്ടുകാർക്കും കൂടി താല്പര്യമാണെങ്കിൽ എന്റെ വീട്ടുകാർ നേരിട്ട് വരും. പിന്നെ നിശ്ചയമൊന്നും വേണമെന്നില്ല. ചിങ്ങമാസത്തില് ആ ചടങ്ങ് നടത്താം. നമ്മുടെ കല്യാണം. ആരാ ഗോവിന്ദേട്ടാ വന്നേ? നമ്മുടെ വക്കീൽ സാറാണ്, നവീൻ. മോനെ ഇരിക്കെ. എന്ത് ചെയ്യാനാ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അന്ന് സംഭവിച്ചത്. അതിന്റെ പേരിൽ നന്ദുവിനെ ഞങ്ങൾ ഒരുപാട് വിമർശിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തു. അതിനെന്തിനാ നന്ദുവിനെ കുറ്റപ്പെടുത്തുന്നത്? നന്ദുവിന്റെ ഡ്യൂട്ടിയല്ലേ ചെയ്തത്? ഒരു കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞ ഉറപ്പായിട്ടും അവൾക്ക് ആക്ഷൻ എടുത്തല്ലേ പറ്റൂ. അവൾ എന്നാലും ചടങ്ങ് കഴിഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞാ മതിയായിരുന്നു. ആന്റി എന്താ ഈ പറയുന്നത്? ഞാനൊരു വക്കീലായതുകൊണ്ട് എനിക്കറിയാം അതിന്റെ റിസ്ക് എത്രയാണെന്ന്. നിശ്ചയം നടന്നിരുന്നെങ്കിലേ വീണ്ടും അനിക്കും വീട്ടുകാർക്കും കോടതി കയറേണ്ടി വന്നനെ. ഡിവോഴ്സ് കിട്ടുന്നതിന് മുൻപ് ഒരു കാരണവശാലും എൻഗേജ്മെന്റ് നടത്താൻ പാടില്ല. പിന്നെ ഈ വേണു മോളും കൂടി ഇടയ്ക്ക് എന്നെ വന്നൊന്നും കണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞതാ, നിശ്ചയം മുടക്കാൻ നോക്കണ്ട, അത് നടന്നു കഴിഞ്ഞാൽ മൂർത്തി സാർ എന്തേലും കോമ്പൻസേഷൻ തരുമെന്ന്. എന്തായാലും ഡിവോഴ്സ് കിട്ടുമല്ലോ മോനെ, അതൊരു നല്ല കാര്യമാണ്. അനന്തപുരി തറവാടുമായിട്ട് ഒരിക്കലും ബന്ധം കൂടാൻ പാടില്ലാത്ത ആൾക്കാരാണ് അവരൊക്കെ. പിന്നെ ഞങ്ങളുടെ മോളുയർത്തി അവിടെയുണ്ട്, നവ്യ. അവള് പോലും ആ വീടിന് പറ്റിയ മരുമകളല്ല. അതെ മോനെ, പിന്നെ അവളുടെ കുറവുകളും കൂടി നികത്തുന്നത് നയനമോളാ. അല്ല മോനെ, ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം? അയ്യോ വേണ്ട വേണ്ട, ഞാനേ രണ്ടാളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ മോനെ? അത് വേറൊന്നും അല്ല, ഒരു കല്യാണാലോചനയാ. അവസാനം അമ്മ കീഴടങ്ങിയോ? മോന് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചോളാം പറഞ്ഞോ? അച്ഛൻ ഉടനെ ഗൾഫിൽ നിന്ന് വരും. തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്റെ കല്യാണം നടത്തണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് അയഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ പിടിച്ച പിടിയാലെ കാര്യം നടത്തിക്കോ. അങ്ങനെ തന്നെ കരുതുന്നത്. പക്ഷേ അതിന് പെൺകുട്ടിയുടെ വീട്ടുകാരുടെ സമ്മതം കൂടി കിട്ടണം. ഓ, അപ്പോ പെണ്ണിന്റെ വീട്ടുകാര് ഇതൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, അറിയിക്കാനാണ് ഞാൻ വന്നത്. ഏതാ മോനെ പെണ്ണ്? അത് ഈ വീട്ടിലെ കുട്ടി തന്നെയാ. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്നങ്ങ് പറഞ്ഞേക്കണം കേട്ടോ. ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് മറ്റാരുമല്ല, നന്ദു തന്നെയാ. അല്ല, ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലോ മോനെ.
നന്ദുവിന്റെ പേര് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് നിങ്ങൾക്കൊക്കെ ഈ ബന്ധത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ അതറിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയല്ലോ എന്ന് കരുതി. ഞങ്ങൾക്ക് താല്പര്യം മോനെ. പക്ഷേ മോന്റെ അമ്മ തൻ്റെടുകളായ പെൺകുട്ടികളെ വേണ്ടാന്ന് പറഞ്ഞല്ലേ നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നന്ദുവിനെ പോലൊരു പെൺകുട്ടിയെ മോന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ? അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. നന്ദുവിനെ നേരത്തെ അറിയാമെങ്കിലും അവളോട് ഇങ്ങനൊരു താല്പര്യം എനിക്ക് തോന്നുന്നത് ഈ അടുത്ത സമയത്താ. പ്രത്യേകിച്ചും നന്ദുവായിട്ട് ഒരുപാട് സഹകരിക്കുകയും ഒരുമിച്ച് യാത്രയൊക്കെ ചെയ്തപ്പോ. അപ്പൊ ഇവിടെ വരുമ്പോഴൊക്കെ ഇങ്ങനൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അല്ലേ? അതെ, ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലുള്ളത് പറയാനൊരു മടിയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ടു മുൻപാ നന്ദുവിനെ ഇക്കാര്യം അറിയിച്ചതേ. എന്നിട്ട് മോളെന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇവിടെ വന്ന് അവളുടെ വീട്ടുകാരെയും കാര്യം അറിയിക്കണമെന്ന് കരുതി. എന്റെ അമ്മയുടെ കാര്യം നോക്കണ്ട. അല്ലാതെ എന്നെ ഒരു മരുമകനായിട്ട് കാണുന്നതില് രണ്ടാൾക്കും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? മോന്റെ വീടുമായിട്ട് ബന്ധം കൂടാനുള്ള അർഹത ഞങ്ങൾക്കുണ്ടോ എന്നുള്ള അഭിപ്രായ വ്യത്യാസം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതെ മോനെ. ഈ നാട്ടിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട്, നല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികള്. അവരൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ നന്ദുവിനെ തന്നെ വേണമെന്ന് പറഞ്ഞെങ്കില് എന്തോ ഒരു മേന്മ ഞാൻ അവളിൽ കാണുന്നുണ്ടെന്ന് നിങ്ങൾ രണ്ടാളും മനസ്സിലാക്കണം. ഇനിയിപ്പോ നന്ദുവായിട്ട് രണ്ടാളും ഒന്ന് സംസാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ചിങ്ങത്തിൽ തന്നെ നമുക്ക് കല്യാണം നടത്താം. നന്ദു വരുമ്പം സീരിയസ് ആയിട്ട് തന്നെ ഇതൊന്ന് സംസാരിക്കണം കേട്ടോ. ഞങ്ങൾ പറഞ്ഞില്ലേ മോനെ, ആ നിശ്ചയത്തിന് ശേഷം അവളെ ഞങ്ങൾ വഴക്ക് പറഞ്ഞുകൊണ്ട് അവള് പിണങ്ങിപ്പോയിരിക്കുക. അത് ശരി. ഞാനിപ്പോ അവളെ കണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. സാരമില്ല, ഞാൻ ഒന്നുകൂടി പോയി അവളെ കണ്ട് അവളുടെ പിണക്കൊന്ന് മാറ്റാം. ശരി മോനെ. ശരി എന്നാ. മോനെ, ഇങ്ങനൊരു നല്ല കാര്യം പറഞ്ഞിട്ട് മോനൊരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പോകുന്നതില് നല്ല വിഷമമുണ്ട് കേട്ടോ. ഇനിയിപ്പോ കുടിക്കാമല്ലോ. ഈ ബന്ധത്തോട് നിങ്ങൾക്കൊക്കെ താല്പര്യമാണെങ്കിൽ പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ആൻഡ് ഉണ്ടാക്കുന്ന ഭക്ഷണവും കഴിക്കാമല്ലോ. അതിനൊക്കെ സമയം കിടക്കല്ലേ? ശരി മോനെ. ശരി എന്നാ. ഗോവിന്ദേട്ടാ, ഇങ്ങനൊരു ആലോചന ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. എന്റെ ദൈവമേ, അതെ, ഇത് അവളുടെ ഭാഗ്യ, മഹാഭാഗ്യം. ദേ ഗോവിന്ദേട്ടാ, ഒരു കാരണവശാലും നവീനെ നമ്മൾ കൈവിട്ട് കളയരുത്. ഗോവിന്ദേട്ടൻ അവളെ ഒന്ന് വിളിക്ക്. അവളെ വഴക്ക് പറഞ്ഞതിന് മാപ്പ് പറഞ്ഞാലും കുഴപ്പമില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയോ. ദേ എന്തായി? എടുക്കുന്നില്ലല്ലേ? ഇല്ല, അവൾ എടുക്കില്ല. അത്രയ്ക്ക് വിഷമത്തിലാ പോയത്. ആഹാ, മോൻ വന്നോ? ഓ, എന്തായാലും മുത്തച്ഛന്റെ പ്രതീക്ഷയ്ക്കൊത്ത് നീ ഉയർന്നല്ലോ മോനെ. എല്ലാ അർത്ഥത്തിലും നിനക്ക് വിജയിക്കാൻ കഴിഞ്ഞല്ലോ. അതിന് നിന്നെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുക. ആർക്ക് വേണം അപ്പച്ചിയുടെ അഭിനന്ദനം? അഭിയെ മൂർത്തി ജ്വല്ലറിന്ന് പുറത്താക്കിയതിൽ തീർത്താ തീരാത്ത ദേഷ്യത്തിൽ നടന്നതല്ലേ അവനൊപ്പം അപ്പച്ചി. അതിനുശേഷം അവൻ മാനേജറായി എൻ ജ്വല്ലറി മൂർത്തി ജ്വല്ലറിയെ മറികടന്ന് പോയപ്പോ അങ്ങേയറ്റം സന്തോഷിച്ചതാരാണെന്ന് എനിക്കറിയാം. അതൊക്കെ ശരിയാ മോനെ. പക്ഷേ എൻ ജ്വല്ലറി നാഗേന്ദ്രന്റെ ആണെന്ന് അറിഞ്ഞപ്പോ മുതൽ എനിക്ക് അവന്റെ സ്ഥാപനം തകരണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. മൂർത്തി ജ്വല്ലറി പേരും പെരുമയും നിലനിർത്തിക്കൊണ്ട് ഇതേ രീതിയിൽ മുന്നോട്ട് പോകണം. അതിനുവേണ്ടി എൻ ജ്വല്ലറിയെ തകർക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നിന്റെ മുത്തച്ഛൻ ആ ജ്വല്ലറിക്ക് തീയിട്ടിട്ട് നാഗേന്ദ്രനെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കണമെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാ. ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ലെന്നാ പറഞ്ഞത്.
അപ്പോ നീ അയാളെ കണ്ടിരുന്നോ, ആ നാഗേന്ദ്രനെ? 1-2 തവണ കണ്ടു. അപ്പൊ അയാൾ എന്തെങ്കിലും നിന്നോട് സംസാരിച്ചോ? എന്നോട് പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല. അയാളോട് സംസാരിക്കരുത്. കള്ളം മാത്രം പറയുന്ന നാവ അയാളുടേത്. അപ്പോ അപ്പച്ചി സത്യം മാത്രമാണോ പറയുന്നത്? നിനക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ടല്ലോ മോനെ. നീ എന്തൊക്കെയോ ഉള്ളിൽ വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. അപ്പച്ചിയെ സ്നേഹിക്കാൻ മാത്രം മഹത്വമൊന്നും അപ്പച്ചിയുടെ സ്വഭാവത്തിനില്ല. എന്നെ കൊണ്ടേ കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. ഇവൻ എന്താ പറ്റിയത്? നീ എന്താ നല്ല സന്തോഷത്തിലാണല്ലോ? അല്ല, പോയ കാര്യം എന്തായി? അതൊക്കെ ഞാൻ പറയാം. അതിനു മുന്നേ നീ ഹാപ്പി ആയതിന്റെ കാര്യം പറ. അത്രയ്ക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാ അമ്മ ഇപ്പൊ വിളിച്ചു പറഞ്ഞത്. എന്തുപറ്റി? നന്ദുവിനെ നല്ലൊരു കല്യാണാലോചന വന്നു. നല്ലൊരു പയ്യന്റെ ആലോചന. ആ, എന്നിട്ട് നന്ദു സമ്മതിച്ചോ? അവള് സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ എല്ലാരും കൂടി അതങ്ങ് നടത്തും. അങ്ങനെ നീ കോൺഫിഡൻസോടുകൂടി പറയണമെങ്കിൽ അത്രയ്ക്ക് നല്ല ആളായിരിക്കണമല്ലോ. പയ്യനെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അത് വേറെ ആരുമല്ല, നമ്മുടെ വക്കീലാ നവീൻ. നവീനോ? ആ സത്യം? അതേന്നേ. ഇന്ന് നേരിട്ട് പോയി നവീൻ അച്ഛനോടും അമ്മയോടും കാര്യം പറയായിരുന്നു. ഓ, അവനേതോ പോലീസ് ഓഫീസറിന് ഇഷ്ടമാണെന്ന് നേരത്തെ എന്നോട് പറഞ്ഞതാ. പക്ഷേ അത് നന്ദു ആയിരിക്കും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നാലേ നന്ദുവാ. അല്ല, അവളിത് അറിഞ്ഞായിരുന്നോ? എന്തോ അറിയില്ല. എന്തായാലും നന്ദുവിന് നവീനെ ഭയങ്കര ഇഷ്ടാ. നല്ല മതിപ്പാ. നവീനെ കുറിച്ച് പറയുമ്പോ അവൾക്ക് 100 നാവാ. അങ്ങനെയാണെങ്കിൽ അവളിനി നോ പറയില്ലായിരിക്കും അല്ലേ? അതിനുള്ള സാധ്യത കുറവാ. അവള് ചിന്തിക്കാൻ കഴിവുള്ള പെൺകുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രപ്പോസല് വേണ്ടെന്ന് വെക്കില്ല. മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് എല്ലാവർക്കും അടുത്തറിയുന്ന ആളാ നവീൻ. എന്ന് മാത്രല്ല, നവീൻ ഒരു വക്കീലും നന്ദു ഒരു എസ് ഐ ആയതുകൊണ്ട് അവരിപ്പം നമ്മളെക്കാളും കൂടുതൽ പരസ്പരം കാണുന്നുണ്ട്. ഓരോ കാര്യങ്ങള് തുറന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോ നവീനെ വേണ്ടെന്ന് പറയേണ്ട കാര്യം എന്താ? ഈ ബന്ധമേ എന്തായാലും നടത്തണം. പക്ഷേ നവീന്റെ അമ്മയ്ക്ക് തന്റേടികളായ പെൺകുട്ടികളോട് താല്പര്യമില്ലല്ലോ. നവീന്റെ അമ്മ ഇപ്പോ താല്പര്യം കാട്ടിയെന്നാ പറയുന്നത്. എന്തായാലും ആ അമ്മയ്ക്കൊരു മരുമോള് വേണ്ടേ? അതിന് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തേ പറ്റൂ. നവീന്റെ അച്ഛനെ ഉടനെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. ഇനി തിരിച്ചു പോകുന്നതിന് മുമ്പ് മോന്റെ കല്യാണം കണ്ടിട്ട് പോണമെന്ന ആഗ്രഹം. അങ്ങനെയാണെങ്കിലേ ഉടൻ തന്നെ നന്ദുവിന്റെ കല്യാണം നടക്കും. അതൊക്കെ പോട്ടെ, പോയ കാര്യം പറഞ്ഞില്ലല്ലോ. പറയാം. എന്റെ അപ്പച്ചിയുടെ ചതിയുടെ കഥകൾ. ഇത് തന്റെ കസ്റ്റഡി തന്നെ വെച്ചോ. അന്നേ ദിവസം ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോയാൽ മതി. ശരിയെങ്കിലേ. ഓഹ്, എന്തൊരു ഭംഗിയാ നാഗേട്ട ഇതിന്. ജർമ്മൻ കളക്ഷനാ. മൂർത്തിയങ്കിളുടെ സുഹൃത്ത് വഴി നമുക്ക് കിട്ടിയതാ. ആഹാ. ഇതിലെ കല്ലുകൾ അപൂർവമാ, വളരെ വിലയേറിയതും. എന്റെ ഭാര്യ വലിയ പ്രതീക്ഷയോടെ ഈ നെക്ലസ് വാങ്ങിയത്. പക്ഷേ ഓരോ ദിവസം കഴിയുന്നോറും ഇതിന്റെ നിറം മങ്ങുമായിരുന്നു. അവസാനം സംശയം തോന്നി ടെസ്റ്റ് നടത്തിയപ്പോ ഇത് ഡ്യൂപ്ലിക്കേറ്റാ. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. എന്നെ രക്ഷിക്കണം നാഗേട്ട. എങ്ങനെ? തൽക്കാലമേ എന്റെ സ്വർണത്തോടുള്ള ഇഷ്ടം കാരണം നാഗേട്ടൻ അത് ബാങ്ക് ലോക്കറിൽ വെച്ചു എന്ന് പറയണം. നിങ്ങൾ തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോണം. അതിന്റെ പിന്നാലെ ഞങ്ങൾ വരേണ്ട കാര്യം എന്താ? അപ്പൊ നിനക്ക് വെറും ബുദ്ധിയല്ല, അതിബുദ്ധിയാ. ഇറങ്ങി പോടാ.
ഏട്ടത്തിക്കിപ്പോ അടുക്കളയിൽ കയറാൻ വലിയ ഇൻട്രസ്റ്റ് ആണല്ലേ? പിന്നെ എന്റെ മോൾക്ക് വെച്ച് വിളമ്പുന്നതേ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാ. അതെ അതെ, അതിനുവേണ്ടി ഏട്ടത്തി കാത്തിരിക്കുമായിരുന്നല്ലേ? അമ്മേ, ഇവരെ എന്തിനാ അടുക്കള കയറ്റിയത്? ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല അമ്മേ. ഇവര് ചിലപ്പോ ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ ചേർത്തെന്ന് വരും. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങളുടെ സ്വഭാവം അതായതുകൊണ്ട് തന്നെ. അപ്പച്ചിയൊന്നും അടുക്കള കയറ്റാൻ പറ്റില്ല അമ്മേ. നമുക്ക് വിശ്വാസമില്ലാത്ത ഹോട്ടലിലൊക്കെ നമ്മൾ കയറുമോ? ഏട്ടത്തി, നീ പോകാൻ നോക്ക്. മോൾക്ക് ഇഷ്ടമല്ലെങ്കിലേ നീ ഇവിടെ നിൽക്കണ്ട. ഇതെന്താ പെട്ടെന്ന് ഈ കൊച്ചിനൊരു മാറ്റം? ആദർശേട്ടനും ഇഷ്ടമല്ല അപ്പച്ചി പാചകത്തിലൊക്കെ ഇടപെടുന്നേ. ഏട്ടത്തിക്ക് പഴയതുപോലെ ആരോഗ്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ സഹായിക്കാന്ന് വെച്ചു. അതെ, ഞാൻ സഹായിച്ചോളാം. നിനക്ക് വയ്യാതിരിക്കുമല്ലേ മോളെ? എനിക്കങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പച്ചി അപ്പച്ചിയുടെ പാട് നോക്കി പോവാൻ നോക്ക്. എന്നാ ശരി. എന്തു പറ്റി മോളെ? പെട്ടെന്ന് അവളോട് ഇങ്ങനെ ദേഷ്യം തോന്നാനുള്ള കാരണം എന്താ? അവര് ശരിയല്ല അമ്മ. ഞാൻ ഗസ്റ്റ് ഹൗസിലായിരുന്നപ്പോ എനിക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പൊ അവരുടെ മോളുടെ നിശ്ചയമൊക്കെ മുടങ്ങിയില്ലേ, അതിന്റെയൊക്കെ ദേഷ്യം അവരുടെ ഉള്ളിൽ കാണും. ആ ചടങ്ങ് മുടങ്ങിയതേ എന്റെ അനിയത്തി കാരണമാണെന്നല്ലേ പറയുന്നത്. അതിന്റെ ദേഷ്യം ഇനി എന്നോട് തീർത്താലോ? മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇനി ഞാൻ അവളെ അടുക്കളയിൽ കയറ്റത്തില്ല. അമ്മയ്ക്ക് വേണ്ട സഹായം ഞാൻ ചെയ്തു തരാം. വേണ്ട മോളെ, മോൾ അവിടെ എങ്ങനെയും പോയിരിക്കെ. കുഴപ്പമില്ല, ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണ്ടേ അമ്മേ? മോൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ മോള് ജലജ ഇങ്ങനെ ഓടിക്കില്ലായിരുന്നല്ലോ. അഭിയുടെ സ്വഭാവം മോശമായെങ്കിൽ അതിന് കാരണക്കാരി അവന്റെ അമ്മ തന്നെയാ. അവർക്കൊരിക്കലും മക്കളെ നേർവഴിക്ക് നയിക്കാനായിട്ട് പറ്റില്ല അമ്മേ. അല്ല, എന്താടി അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ്? നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? ഞാനൊരു വലിയ ധർമ്മസങ്കടത്തിലാനി. ദേ, നീ എന്നാ ചതിച്ചത്. എന്തു പറ്റിയടി? ഇനി എന്ത് പറ്റാനാ? നിനക്കെന്നെ വിശ്വാസമില്ല, അതുകൊണ്ട് നീ ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യേണ്ടതാ. അല്ല, അതിന് നമ്മൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലല്ലോ, അതിനപ്പുറത്തേക്ക് വളർന്നതല്ലേ നമ്മുടെ ബന്ധം. അതിനപ്പുറം വളർന്നെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം നിനക്കറിയാം. നവീനേട്ടന്റെ മനസ്സിൽ എന്താന്ന് നിന്നോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? അത് എന്താ നീ ഒന്ന് പറയാത്തെ? ഒരു വനിതാ SI നവീനേട്ടനെ ഇഷ്ടമാണെന്നും അമ്മ വീട്ടിൽ കയറ്റാത്തതുകൊണ്ടാ ആ പെൺകുട്ടിയോട് ഇഷ്ടം പറയാത്തതെന്നും നവീനേട്ടൻ പറഞ്ഞല്ലേ? നമ്മള് രണ്ടാളും ഇരിക്കുമ്പോ അപ്പോഴും ഞാൻ കരുതിയില്ല ആ പെൺകുട്ടി ഞാനായിരിക്കുമെന്ന്. എന്നല്ലേ ഇന്ന് സ്റ്റേഷനിൽ വന്ന് എന്നെ കണ്ട് നേരിട്ട് പറഞ്ഞു നവീനേട്ടൻ, അങ്ങേരുടെ മനസ്സിലുള്ള വനിതാ SI ഞാനാന്ന്. കേട്ടപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, അപ്സെറ്റ് ആയി പോയി. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ഞാൻ എന്താ പറയേണ്ടത്? എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാ, ബെസ്റ്റ് ഫ്രണ്ടാ, എന്റെ ഫാമിലി ഫ്രണ്ടാ. അയാളുടെ മുഖത്ത് നോക്കി ഇഷ്ടമല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, അവന്റെ അമ്മ ഒരിക്കലും നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ കൊണ്ട് അവനെ കല്യാണം കഴിപ്പിക്കുന്ന എനിക്ക് തോന്നില്ല. ആ തോന്നലൊക്കെ മാറ്റിക്കോ.
നവീനേട്ടന്റെ അമ്മയും ഇപ്പൊ കീഴടങ്ങി കഴിഞ്ഞു. ഞാനാണ് പെണ്ണെന്നൊന്നും അവരെ അറിയിച്ചിട്ടില്ല. എങ്കിലും വനിതാ SI ആണെങ്കിലും തന്റെ ഇടമുള്ള പെണ്ണായാലും ഇനി അങ്ങേര് കല്യാണം കഴിച്ച് കണ്ടാ മതി ആ വീട്ടുകാർക്ക്. അയാളുടെ അച്ഛൻ ഉടനെ ഗൾഫിൽ നിന്ന് വരും. തിരിച്ചു പോകുന്നതിന് മുൻപ് കല്യാണം നടത്തണമെന്നൊക്കെയാ പറയുന്നത്. എന്ന് വെച്ചാ എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് കല്യാണ ആലോചനയായിട്ട് വരുന്നാ പറയുന്നേ. അങ്ങനെ വന്നാ മൊത്തത്തിൽ കുഴയില്ലേ? ഉറപ്പായിട്ടും കുഴയും. നവീനേട്ടനെ പോലെ ഒരു പയ്യനെ വേണ്ടെന്ന് എന്റെ അച്ഛനും അമ്മയും പറയോ? നയനേച്ചി പറയോ? അല്ല, എന്നാലും നീ പക്ഷെ അങ്ങനെ പറയില്ലേ? എനിക്കും ചില പരിമിതികളൊക്കെ ഉണ്ട്. ചില ആൾക്കാരോട് നമുക്ക് എടുത്തടിച്ചതുപോലെ മറുപടി പറയാൻ പറ്റില്ലല്ലോ അനി. പ്രത്യേകിച്ച് എനിക്കും നിനക്കൊക്കെ ഒരുപാട് കടപ്പാടുണ്ട് നവീനേട്ടനോട്. അന്ന് നവീനേട്ടൻ കോടതിയിൽ തകർത്ത അടിയില്ലായിരുന്നെങ്കിലേ നീയും നിന്റെ വീട്ടുകാരും ഒന്നും രക്ഷപ്പെടില്ലായിരുന്നു. നയനെ ആദർശിനെ എന്തായാലും ഈ കാര്യം അറിയിച്ചേക്ക്. ഇനിയിപ്പോ നന്ദൂന് എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിലും അത് മാറ്റാൻ അവരെ കൊണ്ടേ പറ്റൂ. ആ പയ്യന് നന്ദു മേഡം എന്ന് വെച്ചാ പ്രാന്ത. പിന്നെ നന്ദു മേഡത്തിന്റെ കാര്യം അറിയാലോ. ഒരുമാതിരിപ്പെട്ട ആണുങ്ങളുടെ മുന്നിലൊന്നും തലതാഴ്ത്തി നിൽക്കുന്ന സ്വഭാവക്കാരിയേ അല്ല. പക്ഷേ ആ അനിയെ അവർക്ക് വലിയ ജീവനാ.